ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഡ്ജറ്റ് 2024 ലാസ്റ്റ് വീക്കിൽ ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്തു. സോ ഇനി വരുന്ന എക്സാംസിനെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ തവണത്തെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട പോയിന്റ്സും പ്രധാനപ്പെട്ട സ്കീമുകളും എന്തൊക്കെയാണ് നമ്മൾ ബ്രീഫ്ലി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. സോ ബഡ്ജറ്റ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ബൊക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നുമാണ് ബഡ്ജറ്റ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് ലെതർ സ്യൂട്ട് കേസ് എന്നാണ്. ഇതൊരു ഫ്രഞ്ച് വേർഡ് ആണ്. ഇതിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് വേർഡ്. ഓക്കെ, ആർട്ടിക്കിൾ 112 നമ്മളെല്ലാവരും തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ആർട്ടിക്കിൾസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. എന്താണ് ആർട്ടിക്കിൾ 112? ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ബഡ്ജറ്റ് എന്നൊരു വാക്കിനെ കുറിച്ച് ഈ ആർട്ടിക്കിളിൽ പറയുന്നില്ല. അതിനെങ്ങനെയാണ് പറയുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്നാണ് ചെയ്തിരിക്കുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയുടെ ഫസ്റ്റ് എവർ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് 1860-ലാണ്. 1860-ലാണ് ആദ്യ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ജെയിംസ് വിൽസൺ ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബഡ്ജറ്റ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. ഫസ്റ്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ RK ഷൺമുഖം ചെട്ടിയാണ്. RK ഷൺമുഖം ചെട്ടി. ടു 2021-ലാണ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന നിർമ്മല സീതാരാമൻ പ്രസന്റ് ദ ഫസ്റ്റ് പേപ്പർലെസ് ബഡ്ജറ്റ്. ഏത് വർഷമാണ്? 2021-ലാണ്. സോ ഇപ്പോൾ പ്രസന്റ് ചെയ്ത ഈ ബഡ്ജറ്റ് ഇന്റീരിയം ബഡ്ജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്റീരിയം ബഡ്ജറ്റ്. എന്താണ് ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി 1946-47 കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ഒരു ഇന്റീരിയം ഗവൺമെന്റ് ആദ്യമായിട്ട് വന്നു. ഫസ്റ്റ് മിനിസ്ട്രിക്ക് മുൻപ് ഇന്ത്യൻ ഗവൺമെന്റ് വന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇടക്കാല ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇന്റീരിയം എന്ന വാക്ക് നമ്മൾ അവിടെ പഠിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെമ്പററി ബഡ്ജറ്റ് ആണ്. ടെമ്പററി ആയിട്ടുള്ള ബഡ്ജറ്റ് ആണ് ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. when we compared with full ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ആനുവൽ ബഡ്ജറ്റ് ആണ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇലക്ഷന് മുൻപ് പ്രസന്റ് ചെയ്യുന്ന ഒരു ടെമ്പററി ബഡ്ജറ്റ് ആണ് ഇന്റീരിയം ബഡ്ജറ്റ്. അതായത് ഇലക്ഷൻസിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ വാലിഡിറ്റി ഉള്ള ഒരു ബഡ്ജറ്റ് ആണ് ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്, ഏകദേശം ജൂലൈ കഴിഞ്ഞ് പോസ്റ്റ് ഇലക്ഷൻസ് ഒക്കെ കഴിയുമ്പം എന്ത് ചെയ്യും? ഇത് ഫുൾ ബഡ്ജറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഫുൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ ഫിനാൻഷ്യൽ ഇയറിൽ എഫക്റ്റീവ് ആണ്. മനസ്സിലായി? ഇപ്പൊ 2023 പ്രസന്റ് ചെയ്യുന്ന ഒരു ഫുൾ ബഡ്ജറ്റ് ആണെങ്കിൽ 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ അതിന് വാലിഡ് ആയിരിക്കും. ഓക്കെ, അത് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇന്ത്യയിലെ ബഡ്ജറ്റ് അങ്ങനെയല്ല. അതൊരു ഫുൾ ബഡ്ജറ്റ് പോസ്റ്റ് ഇലക്ഷൻ സമയത്ത്, അതായത് ഏകദേശം സംവാട്ട് അറൌണ്ട് ജൂലൈയിൽ പോസ്റ്റ് ഇലക്ഷൻ സമയത്ത് തന്നെ എന്തായിരിക്കും? ഫുൾ ബഡ്ജറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഇന്റീരിയം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടെമ്പററി പെർമിഷൻ ആണ് കൊടുക്കുന്നത്. ഇൻ ദ ഫോം ഓഫ് വോട്ട് ഓൺ അക്കൗണ്ട്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ ഒരു വോട്ട് ഓൺ അക്കൗണ്ടിന്റെ ഫോമിലുള്ള ടെമ്പററി പെർമിഷൻ ആണ് ഇന്ത്യൻ ബഡ്ജറ്റിലൂടെ കൊടുക്കുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റ് എന്നൊരു പ്രൊവിഷൻ ഒന്നും അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. സോ ഇതൊരു പ്രിപ്പയർ ചെയ്യണം, മാൻഡേറ്ററി അല്ല റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു, പ്രീവിയസ് ഗവൺമെന്റിന്റെ കൺവെൻഷണൽ പ്രാക്ടീസിനെ ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇന്റീരിയം ബഡ്ജറ്റ് ആണ്. അതൊരു ടെമ്പററി ബഡ്ജറ്റ് ആണ്. അതിന് പിന്നീട് ഫുൾ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ റീപ്ലേസ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത് 6th യൂണിയൻ ബഡ്ജറ്റ് ആണ്. ചോദിക്കാം എത്രാമത് ബഡ്ജറ്റ് ആണ്? 6th യൂണിയൻ ബഡ്ജറ്റ് ആണ് ഇപ്പോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്.
ആൻഡ് ഹെർ ഫസ്റ്റ് ഇന്റീരിയം ബഡ്ജറ്റുമാണ്. സോ ഈ ജൂലൈയിൽ വരുന്ന ഫുൾ ബഡ്ജറ്റിൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് റോഡ് മാപ്പാണ്. 2047 ഒരു ഡെവലപ്ഡ് ഇന്ത്യ എന്ന വിഷനോട് കൂടിയിട്ടുള്ള കുറച്ച് ഗവൺമെന്റ് പ്ലാൻസിനെ ഫോക്കസ് ചെയ്തുള്ളതായിരിക്കും ഏതെന്ന് പറയുന്നത് ജൂലൈയിൽ വരുന്ന ഫുൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഗവൺമെന്റ് പലതര പ്രോഗ്രാംസ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്സിലുള്ള ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഭാവിയിൽ, അതായത് 2047 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അമൃത് കാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു ടൈമിൽ അതൊരു ഗ്രോത്ത് എഞ്ചിൻസ് ആയിട്ട്, എക്കണോമിയുടെ ഗ്രോത്ത് എഞ്ചിൻസ് ആയിട്ട് ഈ സ്റ്റേറ്റ്സിനെ, ഈ ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിനെ മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്ന എന്നൊരു പോയിന്റ് കൂടി, അങ്ങനെ ഒരു പോയിന്റ് കൂടി ഫിനാൻസ് മിനിസ്റ്റർ ഇത്തവണ ബഡ്ജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എംഫസൈസ് ചെയ്തിട്ടുണ്ട്. The long and short of budget speeches. So ഈ തവണത്തെ 6th ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ സ്പീക്ക് ചെയ്ത് 5 to 47 words over 56 minutes ആണ്, 56 മിനിറ്റ് ആണ് ഈ തവണ സംസാരിച്ചത്. This was the second shortest of 29 budgets in the millennium. മില്ലേനിയത്തിൽ 29 ബഡ്ജറ്റ് സെഷൻസിൽ സെക്കൻഡ് ഷോർട്ടസ്റ്റ് ആണ്. She also holds the longest സ്പീച്ചിന്റെ റെക്കോർഡ് മാർക്കാണ് നിർമ്മല സീതാരാമനാണ്. മിനിറ്റ്സിൽ മെഷർ ചെയ്യും. 2020-21 സ്പീച്ച് ഏകദേശം 2 hours 42 minutes ആണ് എന്ത് ചെയ്തത്, ലാസ്റ്റ് ചെയ്തത്. സോ എന്താണ്, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്പീച്ചാണ്. പക്ഷെ വേർഡ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 9th മാത്രമേ ഉള്ളൂ ലിസ്റ്റ് ഓഫ് ലോങ്ങസ്റ്റ് സ്പീച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോങ്ങസ്റ്റ് സ്പീച്ച് ബൈ വേർഡ്സ് ആണെങ്കിൽ അത് അരുൺ ജെയ്റ്റ്ലി പ്രസന്റ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ മിനിറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്ക് തന്നെയാണ്, നിർമ്മല സീതാരാമന് തന്നെയാണ്. സോ സിൻസ് 2000 മുതൽ 5 ലോങ്ങസ്റ്റ് സ്പീച്ചസും വേർഡ് കൗണ്ടിൽ ഡെലിവർ ചെയ്തിരിക്കുന്ന BJP ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ ജെയ്റ്റ്ലീസ് 2014-15 സ്പീച്ച് വരുന്നത്, യശ്വന്ത് സിൻഹാസ് 2002-2003 സ്പീച്ച് ആണ്. പിന്നെ സിൻഹാസ് 2001-2002 സ്പീച്ചസ് തേർഡ് വരും. ജസ്വന്ത് സിംഗ്, അങ്ങനെ എന്താണ് പിന്നെ BJP ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. മൻമോഹൻ സിംഗിന്റെ 1991-92 ബഡ്ജറ്റ് സ്പീച്ച് ആണ്, എക്കണോമിക് ലിബറലൈസേഷനെ കുറിച്ചുള്ള സ്പീച്ച്. ആ ഒരു ടൈമിൽ എക്കണോമിക് ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റ് സെഷനിൽ 18,000 വേർഡ്സും ലോങ് ആയിരുന്നു. ഓക്കെ, ഏറ്റവും കുറവുണ്ടായിരുന്നത് CD ദേശ്മുഖിന്റെ ആയിരുന്നു. നമുക്കറിയാം CD ദേശ്മുഖ് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് സെഷൻ ഏകദേശം 4000 സംതിങ് വേർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് സിംപിളി ഇതൊരു എന്താ പറയാ, ന്യൂസിലൊക്കെ വന്നതാണ്. നമ്മുടെ എക്കണോമി, നമ്മുടെ GDPയുടെ ഒരു വളർച്ച കാണിക്കുന്ന ഒരു സിമ്പിൾ ഫിഗർ ആണ്. അപ്പോൾ ഇത് വിശ്വഗുരുസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചൈനയൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്കണോമിയാണ്. സോ 16 to 5 in 13 years or rank 5 to 3 in 2 years എന്നതാണ് ഇതിന്റെ ഒരു ഹെഡിങ് ഫ്രം എമംഗ് വിശ്വസ് ഗുരു. സോ നിങ്ങൾക്കിത് ചിലപ്പോൾ ചെറിയ ഫോണ്ട് സൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് ചിലപ്പം മനസ്സിലാക്കാൻ മീൻസ് വായിക്കാൻ പറ്റത്തില്ല. സോ ഞാനത് മനസ്സിലാക്കി തരാം. ഇതൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ത്യയുടെ ഗ്രോത്തിന്റെ. നമ്മൾ 5th ലാർജസ്റ്റ് കൺട്രിയാണ് ഇപ്പോൾ, എക്കണോമിക് ബേസിൽ നമ്മൾ 5th ലാർജസ്റ്റ് ആണ്. 2025 നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ 25 മീൻസ് 24-25 അപ്പൊ തന്നെ ഏകദേശം എന്താണ് 5th ലാർജസ്റ്റ് പ്ലേസ് ആവുകയാണ്. പക്ഷേ 1991 കാലഘട്ടം, 1996 മുതൽ 1996 കാലഘട്ടം 91 മുതൽ നമ്മൾ 16th ലാർജസ്റ്റ്, അതായത് 16th പോസ്റ്റിലാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. 16th പ്ലേസ് ആയിരുന്നു, അല്ലെ 16th റാങ്ക് ആയിരുന്നു നമ്മൾ. ഓക്കെ, അപ്പം അതായത് ലാസ്റ്റ് ടൈമാണ് വി ഒക്യുപ്പൈഡ് ദ റാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഏകദേശം ഒരു ബഡ്ജറ്റിന്റെ ഒരു ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് $400 മില്യൺ ആണ്, $400 ബില്യൺ ആണ്. പക്ഷെ ഇപ്പൊ ഏകദേശം 300 കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, $300 ബില്യൺ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ വർഷം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ എക്കണോമി കുറച്ചും കൂടെ വലിയൊരു ലിബറലൈസേഷൻ 1991 ശേഷം, അതുപോലെ 2010 ശേഷം വി ഹാവ് ബീൻ ഗ്രോയിങ് റാപ്പിഡ്ലി. ഈ 2010 എടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം, പിന്നെ വരുന്നതെല്ലാം ഇന്ത്യ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 2027 ആവുമ്പോഴേക്ക് വി ആർ പോസ്റ്റ് ടു ഓവർടേക്ക് ജപ്പാൻ, അതുപോലെ തന്നെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെ ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ വേൾഡ്സ് 3rd ലാർജസ്റ്റ് എക്കണോമി US-നെയും ചൈനയുടെയും തൊട്ടുപിറകിലായിട്ട് നമുക്ക് വരാൻ പറ്റും എന്നതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. മനസ്സിലായോ? സോ 1996 ചൈന വാസ് ഓൾറെഡി എന്തായിരുന്നു 7th പൊസിഷൻ ആയിരുന്നു. അന്ന് റാങ്ക് ഇന്ത്യയുടെ എന്ന് പറയുന്നത് 916 ആയിരുന്നു. പിന്നീട് ചൈന ജംപ് ചെയ്ത് മുമ്പോട്ട് പോയി 2010 കാലഘട്ടമായപ്പോൾ ചൈന 2nd പൊസിഷനിൽ എത്തി. 2021 കാലഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ ഓവർടൂക്ക് 11 countries to reach rank 5. സോ 1991 മുതൽ 2023 വരെ ചൈനയുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് നോക്കി ഏകദേശം 43 ടൈംസ് അപ്രോക്സിമേറ്റ് എന്താണ് ചൈനയുടെ ഗ്രോത്ത് വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടേബിൾ കണ്ടാൽ മനസ്സിലാവും.
1991 0.41 ആയിരുന്നു. 2023 ആയപ്പോൾ 17.7 ആണ് ചൈനയുടെ ഗ്രോത്ത്. 43 ടൈംസ് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ കാലയളവിൽ ഇന്ത്യയുടെ ഗ്രോത്ത് നിങ്ങൾ നോക്കുക. ഇന്ത്യ 0.27 ആയിരുന്നു 1991-ലെങ്കിൽ 2023 3.7 ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചൈന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഗ്രോത്ത് നമുക്ക് ആയിട്ടില്ല 2020. ബട്ട് ഇയർ എക്സ്പെക്ട് 2027 5.4 ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ യു എസ് ഗ്രോത്ത് നിങ്ങളുണ്ട് 6.2 to 26.9 ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അല്ലെ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എക്കണോമി, ഏറ്റവും ഹൈ ക്ലാസ് അല്ല ടോപ്പ്, വേൾഡ്സ് ലാർജസ്റ്റ് എക്കണോമി എന്നറിയപ്പെടുന്ന യു എസ് 1991 6.2 ആണ്. 2023 ആയപ്പോൾ എത്ര, 26.9 ആയി. 2027 എക്സ്പെക്ടഡ് 31.4. മനസ്സിലായി. അപ്പോൾ നമ്മൾ തേർഡ് ലാർജസ്റ്റ് ആവും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഫിഗർ ആണ്, നമ്മുടെ ആ എക്കണോമിക് ഗ്രോത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഫിഗർ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുവരെ നമ്മൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. എത്രാമത്തെ ബഡ്ജറ്റാണ്, ഇന്ത്യൻ ബഡ്ജറ്റ് എന്താണ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ലോങ്ങസ്റ്റ് ആര്, ഷോർട്ടസ്റ്റ് ആര്, അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ GDP, എക്കണോമിക് ഗ്രോത്ത്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. സോ ഇനിയാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സ്കീമുകളാണ് കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരു ഹൈ പവർ കമ്മിറ്റീനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഫോം ചെയ്യും. ഒരു ഹൈ പവർ കമ്മിറ്റി, ഹൈ പവർ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യും എന്ന് പറഞ്ഞു. ഹൈ പവർ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിനാണ് മനസ്സിലാക്കേണ്ടത്. ചലഞ്ചസ് arising from fast population growth, അതായത് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയുടെ ഗ്രോത്ത് വളരെയധികം കൂടുതലാണ്, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ചേഞ്ചസ്. സോ ഇതിനെ ഈ അറൈസ് ചെയ്തിരിക്കുന്ന ഇങ്ങനെയുള്ള ചലഞ്ചസിനെ ഒക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റിയെ ഫോം ചെയ്യും. ഫാസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് അതിനു വേണ്ടിയിട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ഈ ഒരു ബഡ്ജറ്റ് സെഷൻ പ്രസന്റ് ചെയ്തപ്പോൾ. ഓക്കെ, സോ മിനിസ്റ്ററിന്റെ സ്പീച്ചിൽ സജസ്റ്റ് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇല്ലെങ്കിൽ പോലും പോപ്പുലേഷൻ ഗ്രോത്ത് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുവാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയും, അതായത് SRS റിപ്പോർട്ട് 2020 പബ്ലിഷ് ചെയ്തപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ TFR അതല്ല എന്നുണ്ടെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ടു എ വുമൻ എന്ന് പറയുന്നത് 2ൽ നിന്നും 2.1 ഡ്രോപ്പ് ആയി എന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സോ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഹൈ പവർ കമ്മിറ്റി എന്തിനു വേണ്ടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്തിന്, ഡെമോഗ്രാഫിക് ചേഞ്ചസിനെ ഒക്കെ ഫേസ് ചെയ്യുന്നത്, അതുപോലെ അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്നതാണ് ഹൈ പവർ കമ്മിറ്റി എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഓൺ ബേട്ടി ബച്ചാവോ വാക്സിൻ ലഗാവോ ഡ്രൈവ്. ബേട്ടി ബച്ചാവോ, അതുപോലെ എന്താണ് വാക്സിൻ ലഗാവോ ഡ്രൈവും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 9 to 14 years of age ഉള്ള കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് വാക്സിൻസ് കൊടുക്കാൻ ഗവൺമെന്റ് എൻകറേജ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ, അത് ശ്രദ്ധിക്കണം. ഫോർ ദ പ്രിവെൻഷൻ ഓഫ് cervical ക്യാൻസറിനെ എയിം ചെയ്ത് അതിനെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് വാക്സിൻ. ചോദിക്കാം എന്തിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. ഈ cervical ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിമൻസിൽ സെക്കൻഡ് മോസ്റ്റ് പ്രിവലന്റ് ആയിട്ടുള്ള ക്യാൻസർ ആണ് cervical ക്യാൻസർ. സോ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് 9 to 14 years ഏജ് ഉള്ള പെൺകുട്ടികൾക്ക് കൊടുക്കുമെന്ന് ഗവൺമെന്റ് എൻകറേജ് ചെയ്യുന്നത്. സോ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിൽ HPV നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. HPV ഒരു വൈറസ് ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും. സോ HPV വൈറസുകളും അതിനെതിരെ ആയിട്ടുള്ള മരുന്നുകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ മാർക്കറ്റിൽ പ്രസന്റ് ആണ്. പക്ഷെ ഈ ഒരു വാക്സിൻസ് എടുക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരിൽ അവയർനെസിന്റെ ലാക്ക് ഓഫ് അവയർനെസ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് വില കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിൽ ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തത്.
സോ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ SII നമ്മൾ കേട്ടിട്ടുണ്ടാവും, CEO അഡാർ പൂനവല്ല. സോ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ക്വാഡ്രിവാലൻ HPV വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. അവരോട് ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ കോസ്റ്റിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ടും അതെന്താണ്, ഇൻഡിജീനിയസ്ലി ബിൽഡ് അല്ലെങ്കിൽ പോലും നമ്മൾ കൺട്രി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോറിൻ മാനുഫാക്ചേഴ്സ് ആണ്. ഏകദേശം 2000-3500 ഒക്കെ ഡോസേജിന് പെർ ഡോസേജിന് റേറ്റ് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ എക്സ്പെക്റ്റഡ് ഇൻഡിജീനിയസിനേക്കാളും എക്സ്പെക്റ്റഡ് ഒരു 10 ഇരട്ടി കൂടുതലാണത്. സോ അതൊക്കെ എയിം ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിന്റെ പേര് കൂടി ഓർത്തിരിക്കുക, യുവിൻ. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. അതായത് എല്ലാ വാക്സിനേഷനും പ്രോഗ്രാംസിന്റെയും എല്ലാം ഡോക്യുമെന്റേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോം ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അതിന്റെ പേരാണ് യുവിൻ. ചോദിക്കാം യുവിൻ എന്താണ്. സോ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇപ്പോൾ വാക്സിൻ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് കണക്ട് ചെയ്ത് തന്നെ മനസ്സിലാക്കാം. വാക്സിൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനേഷന്റെ പ്രോഗ്രാംസിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഏതെന്ന് പറയുന്നത് യുവിൻ. അതായത് ഈ വാക്സിൻസിന്റെ രജിസ്ട്രേഷൻ അതിന്റെ ഫോളോ അപ്സ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് യുവിൻ എന്താണെന്ന് മനസ്സിലാക്കാം. സോ ബേട്ടി ബച്ചാവോ വാക്സിൻ ലഗാവോ എന്നൊരു സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു സ്കീം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി നമ്മൾ പരിചയപ്പെട്ടു, യുവിൻ കോവിൻ ആപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ COVID-19 വാക്സിൻ സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് കോവിൻ. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ യുവിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ വാക്സിനേഷൻ എടുക്കുമ്പോൾ അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ പ്രോഗ്രാംസും ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് യുവിൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മനസ്സിലാക്കിയിരിക്കുക. സോ ഓരോ മേഖലയിലും എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് സ്കീമുകളാണ് വന്നത്, പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തി, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. നമ്മൾ ഓൾറെഡി ഹെൽത്ത് സെക്ടറിന്റെ കാര്യം പറഞ്ഞു, പെൺകുട്ടികളുടെ കാര്യങ്ങൾ, വാക്സിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മളൊരു ജോബ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ നേരത്തെ ഒക്കെ ബഡ്ജറ്റുകൾ പ്രസന്റ് ചെയ്യുമ്പോഴും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് നമ്മൾ പഠിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു സ്കീം എന്ന് പറയുന്നതാണ് MGNREGS. MGNREGS. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. സോ ഏകദേശം 86,000 crore rupees അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ MGNREGS സ്കീമിന് വേണ്ടിയിട്ട്. അത് 2024 ഹൈക്ക് ചെയ്തു. കഴിഞ്ഞ വർഷത്തെക്കാളും when we compared with the last year, അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 26,000 crore rupeesന്റെ റൈസ് ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഏത് സ്കീമാണെന്ന് വെച്ചാൽ ഒരു എന്താണ്, റൂറൽ എംപ്ലോയ്മെന്റ് സ്കീമാണ് MGNREGS എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ ജോബ് ഗ്യാരണ്ടി സ്കീമിൽ എന്തുമാത്രം ഉയർച്ചയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറി ഡിപ്പാർട്ട്മെന്റിൽ, അതിലും സ്കീമിലും എന്ത് നടന്നിട്ടുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അലോക്കേഷൻ നടന്നിട്ടുണ്ട്. അന്നദാത എന്ന് പറഞ്ഞ വെൽഫെയർ ആണ് സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു പ്രയോറിറ്റി എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഫാമേഴ്സിന്റെ എംപവർമെന്റും അവരുടെ വെൽബിങ്ങിനും ഒക്കെ വളരെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഇതില് അന്നദാത എന്ന് പറഞ്ഞ ഒരു വെൽഫെയർ ആണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. സോ അഗ്രികൾച്ചർ മിനിസ്ട്രിക്ക് അലോക്കേഷൻ കഴിഞ്ഞ വർഷത്തെക്കാളും പ്രീവിയസ് ബഡ്ജറ്റിനേക്കാളും കൂടുതലുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്താണ്? ക്രോപ്പ് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുകയാണ്. അത് ഏകദേശം 4 കോടി കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുകയാണ് ഈ ഒരു യോജനയുടെ കീഴിൽ. അതുപോലെ തന്നെ അലോക്കേഷനും കൊടുക്കുന്ന അലോക്കേഷനും കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി യോജന, PM കിസാൻ സമ്മാൻ നിധി കർഷകരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ്. ഇനി ഡയറി ഫാമേഴ്സിന് വേണ്ടിയിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനത്തെയുള്ള പ്രോഗ്രാംസ് ആണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ, ലൈവ് സ്റ്റോക്ക് മിഷൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ സ്കീമുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിലപ്പോൾ ഡയറക്റ്റ്ലി ചോദിക്കാം. ഡയറി പ്രോസസ്സിംഗ്, ആനിമൽ ഹസ്ബൻഡറി ഒക്കെ മുൻനിർത്തിയിട്ടുള്ളതാണ്. ആനിമൽ ഹസ്ബൻഡറി. ഇനി നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഒരു റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വായിക്കാൻ പറ്റണമെന്നില്ല. ഞാനൊന്ന് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം ബാക്കി ഭാഗം. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിമന്റ് കോറിഡോർ പ്രപ്പോസൽ ഫിനാൻസ് മിനിസ്റ്റർ കൊണ്ടുവന്നു. എന്തിന്റെ പാർട്ടാണെന്ന് ചോദിച്ചാൽ എനർജി എക്കണോമിക് കോറിഡോർ റെയിൽ സാഗർ എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? സിമന്റ് കോറിഡോർ. സിമന്റ് കോറിഡോർ. സോ എന്താണിതെന്ന് ചോദിച്ചാൽ അതൊരു പോർട്സിനെ ലിങ്ക് ചെയ്യുക. അതുപോലെ അതാണ് ഈ പദ്ധതി. ഏത് പദ്ധതിയാണ്? ഈ എനർജി എക്കണോമിക് കോറിഡോർ റെയിൽ സാഗർ എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അതുപോലെ തന്നെ വേറൊരു പദ്ധതിയാണ് അമൃത് ചതുർഭുജ്. അമൃത് ചതുർഭുജ്. അമൃത് ചതുർഭുജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ട്രാക്കിംഗ് ആണ്. 7 ബിസിയസ്റ്റ് കോറിഡോഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന മൾട്ടി ട്രാക്ക് ചെയ്യുന്ന പദ്ധതി അമൃത് ചതുർഭുജ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിമന്റ് കോറിഡോഴ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു കോറിഡോഴ്സ് ടോട്ടൽ ലെങ്ത് ഏകദേശം 40,000 കിലോമീറ്റർ റെയിൽ ട്രാക്ക് ആണ്. 40,000 കിലോമീറ്റർ റെയിൽ ട്രാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പേര് സിമന്റ് കോറിഡോർ എന്നാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പദ്ധതികൾ നമ്മൾ നോക്കി, അമൃത് ചതുർഭുജ് അതുപോലെ തന്നെ എക്കണോമിക് കോറിഡോർ റെയിൽ സാഗർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഡയറക്റ്റ്ലി നമുക്ക് ചോദിക്കാം. സോ നമ്മൾ ഫാമേഴ്സിന്റെയും ഡയറി ഫാമേഴ്സിന്റെയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്കീമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഗൂഗിൾ മിഷൻ, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്സ് എന്നൊക്കെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. സോ ഈ തവണത്തെ ഇതില് സെൻട്രൽ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെൽഫ് റിലയന്റ് ആയിട്ടുള്ള എഡിബിൾ ഓയിൽസിനെയൊക്കെ അങ്ങനെയുള്ള രാജ്യമാക്കി മാറ്റുക എന്നൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിൽ. അതായത് 5 ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്സ് ലോഞ്ച് ചെയ്യുക അല്ലെ സെറ്റപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പുതിയ ക്ലൈമറ്റ് റിസൈലിയൻസ് സ്കീം ഫോർ ഫിഷറീസിന് വേണ്ടി ഒരു ക്ലൈമറ്റ് റിസൈലിയൻസ് സ്കീം കൊണ്ടുവരിക. അതുപോലെ തന്നെ സെൻട്രൽ ഫിഷറീസ് സ്കീം കൊണ്ടുവരിക. എന്തിനു വേണ്ടിയാണ്? അക്വാകൾച്ചർ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പോൾ 3 ടൺസ് ആണ്, അത് 5 ടൺസ് ആക്കുക പെർ ഹെക്ടറിൽ. അതിനു വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 55 ലക്ഷം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കിട്ടും. അക്വാ പാർക്സ് കൊണ്ടുവരിക. വേരിയസ് ഫിഷറീസ് ആക്ടിവിറ്റീസ് ഒരു പ്ലേസിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് അക്വാ പാർക്സ് കൊണ്ടുവരിക. ഇതൊക്കെ ഇത്തവണ ഒരു ഇന്ത്യൻ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യ സെൽഫ് റിലയന്റ് ഓയിൽ സീഡ്സിൽ സെൽഫ് റിലയന്റ് ആയി. അതായത് നമ്മുടെ മസ്റ്റേർഡ്, ഗ്രൗണ്ട് നട്ട്, സീസം, സോയാബീൻ, സൺഫ്ലവർ മുന്നമയൊക്കെ നമുക്കറിയാം, അതൊക്കെ ഒരു ഓയിൽ സീഡ്സ് ആണ് അല്ലെ. അപ്പൊ ഈ കാര്യത്തിൽ ഇന്ത്യ സെൽഫ് റിലയന്റ് ആവാൻ വേണ്ടിയിട്ട് പുതിയൊരു സ്ട്രാറ്റജി അതെന്ത് കവർ ചെയ്യുന്നു? ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള വെറൈറ്റീസ് കൊണ്ടുവരിക, അഡോപ്ഷൻ ഓഫ് മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് കൊണ്ടുവരിക, മാർക്കറ്റ് ലിങ്കേജ് വരിക, വാല്യൂ അഡീഷൻ, ക്രോപ്പ് ഇൻഷുറൻസ് കൊണ്ടുവരിക തുടങ്ങിയ പദ്ധതികളെല്ലാം ഈ ഒരു തവണത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്കീമാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്നൊക്കെ പറഞ്ഞു. ഡയറി ഫാമേഴ്സിന് വേണ്ടിയിട്ട്. ഇന്ത്യ വേൾഡ്സ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ആണെങ്കിൽ ലോ പ്രൊഡക്ടിവിറ്റി ആണ്. അപ്പൊ അതിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ബന്ധപ്പെട്ട ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് യോജന. എന്തിനാണ്? ഏകദേശം 2.5 lakh സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG അവരെ അസിസ്റ്റ് ചെയ്യുക എന്നൊരു സ്കീമാണ് പ്രധാൻ മന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് യോജന എന്ന് പറയുന്നത്. അതുപോലെ 60,000 ഇൻഡിവിജ്വൽസിൽ. സോ ഇതെല്ലാം ഈ തവണത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. സോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം ഏതൊക്കെയാണ് പുതിയ യോജനാസ്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, ലാസ്റ്റ് സ്ലൈഡിൽ രാഷ്ട്രീയ ഗോകുൽ മിഷനെ ഒക്കെ പറഞ്ഞു. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്ന അക്വാ പാർക്സ് കൊണ്ടുവരും അല്ലെ. അക്വാ പാർക്സ് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അതുപോലെ സെൻട്രൽ ഫിഷറി സ്കീം
സെൻട്രൽ ഫിഷറീസ് സ്കീം. അക്വാകൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി. ക്ലൈമറ്റ് റിസൈലിയൻറ്റ് സ്കീം ഫിഷറീസിന് വേണ്ടിയിട്ട് അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓയിൽ ഗ്രൂപ്പ്സിന്റെ ഇതിന് സെൽഫ് റിലയന്റ് ആക്കാൻ വേണ്ടി കുറച്ച് പുതിയ പുതിയ സ്ട്രാറ്റജീസ് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാൻമന്ത്രി formalization of micro food processing enterprises യോജന. അതും എന്താണ്, അതായത് ഏകദേശം 60,000 മേൽ ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുക, 2.4 lakh സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ ഇതും എന്താണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് ലക്ഷദ്വീപ്, നമുക്കറിയാം പ്രധാനപ്പെട്ട ഐലൻഡ്സ്, ഇന്ത്യയുടെ ഐലൻഡ്സ് ലക്ഷദ്വീപ് ഒന്ന് പ്രധാനപ്പെട്ടതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലക്ഷദ്വീപ് അതുപോലെയുള്ള അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ഒക്കെ നമുക്കറിയാം നരേന്ദ്രമോദി വിസിറ്റ് നടത്തുകയൊക്കെ ചെയ്തല്ലോ ഇത്തവണ ഒരു ജനുവരി ആയിരുന്നപ്പോൾ. സോ ആ ഒരു ഇതില് ലക്ഷദ്വീപില് അതുപോലെയുള്ള ഐലൻഡ്സിന്റെ ഒക്കെ പോർട്ട് കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് പുതിയ പുതിയ പ്രൊജക്ട്സുകൾ കൊണ്ടുവരുവാണ്. അതായത് മിക്കവാറും നമ്മുടെയൊക്കെ ഇതിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർക്ക് ആസ്പിറേഷൻ, അവരുടെ ഒരു ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഗവൺമെന്റിന് അങ്ങനെയുള്ള സ്റ്റേറ്റ്സിനെ എൻകറേജ് ചെയ്യുക, പുതിയ പുതിയ ടൂറിസ്റ്റ് സെന്റേഴ്സ് കണ്ടുപിടിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻസ് ആണെങ്കിൽ പോലും ഓക്കെ. അപ്പോൾ അത് ഫെസിലിറ്റി ഗവൺമെന്റിന്റെ ഒരു ഫേം. അപ്പോൾ അവർക്ക് ഈക്വലാലിറ്റി ഓഫ് ഫെസിലിറ്റീസും സർവീസസും ഒക്കെ കൊടുക്കുക. അപ്പം ഡൊമസ്റ്റിക് ടൂറിസം ലോക്കൽ, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസും അതെന്ത് ചെയ്യും, ബൂസ്റ്റപ്പ് ചെയ്യും ലോക്കൽ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ എംപ്ലോയ്മെന്റ് കൊടുക്കും ഗവൺമെന്റ്, ലോങ് ടേം ആയിട്ടുള്ള വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺസ് സ്റ്റേറ്റ്സിന്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, ഇതുപോലെ ഡെവലപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് ഫിനാൻസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നോടുകൂടി. സോ ഇതിലെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് സ്വദേശ് ദർശൻ സ്കീം എന്ന് പറയും. ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, സ്വദേശ് ദർശൻ സ്കീം എന്ന് പറയുന്നത്. സ്വദേശ് ദർശൻ സ്കീമിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തീം ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സർക്യൂട്ട്സ് ഡെവലപ്പ് ചെയ്യുക, ഹൈ ടൂറിസ്റ്റ് വാല്യൂ ഉള്ള, കോമ്പറ്റീറ്റീവ്നെസ് ഉള്ള, സസ്റ്റൈനബിലിറ്റി ഉള്ള, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് നിൽക്കുന്ന തീം ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സർക്യൂട്ട്സിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്വദേശ് ദർശൻ സ്കീമിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ടൂറിസ്റ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏത് സ്കീമാണ്, സ്കീമിന്റെ പേര് മനസ്സിലാക്കിയിരിക്കുക, സ്വദേശ് ദർശൻ സ്കീം. സോ ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയാണ്. സോ നമ്മൾ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകൾ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഫെർട്ടിലൈസേഴ്സിന്റെ സബ്സിഡി കർഷകരുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. സബ്സിഡിയിൽ വളരെയധികം കുറവ് സംഭവിച്ചു. അതായത് ഫെർട്ടിലൈസർ സബ്സിഡീസ് സെന്റർ ഡിക്രീസ് ചെയ്തു. സോ ഈ ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫെർട്ടിലൈസേഴ്സ് ഓരോ ഭാഗങ്ങളിൽ ബന്ധപ്പെട്ട സ്കീമുകളും ബന്ധപ്പെട്ട പോയിന്റ്സുകളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വരും ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളാണ്, അല്ലെങ്കിൽ അവയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാനോ യൂറിയ സ്കീം അഡോപ്ഷൻ ആണ്, നാനോ യൂറിയ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നാനോ ഡി അമോണിയം ഫോസ്ഫേറ്റ്, നാനോ DAP സ്കീം. DAP എന്ന് പറഞ്ഞാൽ നാനോ ഡി അമോണിയം ഫോസ്ഫേറ്റ്. വേരിയസ് ക്രോപ്സിൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ത് സംഭവിക്കുന്നു, അഗ്രോ ക്ലൈമാറ്റിക് സോൺസിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു സ്കീമിന്റെ ആപ്ലിക്കേഷൻ. ഫുഡ് സബ്സിഡിയിൽ ഇൻക്രീസ് സംഭവിച്ചു. ഫുഡ് സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമുണ്ട്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അതായത് PM
GKAY. ആ സ്കീം ചിലപ്പോൾ ഡയറക്റ്റ്ലി ചോദിക്കാം, അതിന്റെ ഷോർട്ട് ഫോം ചിലപ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ഫോം ചോദിക്കാം എന്താണെന്നുള്ളത്. അപ്പൊ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ചോദിക്കാം. സോ PM ഗരീബ് കല്യാൺ അന്ന യോജന, അതാണ് ഗരീബ് കല്യാൺ അന്ന യോജന, അതാണ് PM GKAY. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫുഡ് സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു സ്കീമാണ് ഷുഗർ സബ്സിഡി. ഷുഗർ സബ്സിഡി സ്കീം മീൻസ് ഷുഗർ സബ്സിഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഷുഗർ സബ്സിഡി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടും അല്ല കർഷകരായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് സ്കീമുകൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയല്ലോ, ഡയറി ഫാമേഴ്സിന്റെയും അതുപോലെ ഫിഷസുമായിട്ട് ബന്ധപ്പെട്ട ഫിഷിംഗ് നടത്തുന്നവരുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളുടെ കൂടെ തന്നെ ഈ ഒരു കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എഡ്യൂക്കേഷൻ രംഗത്ത് എന്തുമാത്രം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നോക്കാം. സ്കൂൾ അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ രണ്ടിനും, ഹയർ എഡ്യൂക്കേഷനും സ്കൂൾ എഡ്യൂക്കേഷനും രണ്ടും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കീഴിലുള്ളത്. ഇവയ്ക്ക് രണ്ടിനും ഇൻക്രീസ് ചെയ്തു, അലോക്കേഷൻ ലാസ്റ്റ് ഇയറിനേക്കാളും ഇൻക്രീസ് ചെയ്തു. സോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സ്കീമുണ്ട്. PM ശ്രീ. PM ശ്രീ എന്താണ് PM ശ്രീയുടെ ഫുൾ ഫോം? സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. സോ ഈ ഒരു സ്കീമിന് ഏകദേശം 50% മോർ ആയിട്ടുള്ള അലോക്കേഷൻ ലാസ്റ്റ് ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ലഭിച്ചു. പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്കീം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, PM പോഷൻ. PM പോഷൻ മിഡ് ഡേ മീല് എന്ന് പ്രീവിയസ്ലി അറിയപ്പെട്ടതാണ്. പോഷന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എന്താണ്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. സോ ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നടന്ന ഡെവലപ്മെന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ റൈറ്റ് സൈഡിലെ റൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. അതായത് റീസൈക്കിൾ ചെയ്തിരിക്കുന്ന റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവരുന്നതാണ് ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഫൗണ്ടറി എന്ന് പറയുന്ന ഒരു സ്കീം ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആൾട്ടർനേറ്റീവ്സ്, അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സ്, ബയോ പ്ലാസ്റ്റിക്കുകൾ, ബയോ ഫാർമസ്യൂട്ടിക്കൽസ്, ബയോ അഗ്രി പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സിന് ഇൻഡസ്ട്രീസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ്സിനെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കീമിന്റെ എന്ത് പറയുക ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കീമിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഫൗണ്ടറി എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് റിലീസ് ആയിട്ടില്ല, ഇങ്ങനെ ഒരു സ്കീം ലോഞ്ച് ചെയ്തു എന്നും. സോ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്താന്നുള്ളതെന്ന് വെച്ചാൽ റീസൈക്ലിംഗ് അതുപോലെ റിസോഴ്സസിന്റെ റിയൂസ് എന്താണ് മാനുഫാക്ചറിങ് ഒരു വലിയ കീ ആയിരിക്കും എന്നൊരു കൺസെപ്റ്റിന്റെ ബേസിലാണ് ഈ ഒരു സ്കീം വരുന്നത്. അതായത് ബയോഗ്രീൻ ഇൻപുട്സ് വേരിയസ് യൂസേഴ്സിന് വേണ്ടി ഉപയോഗിക്കുക, അതായത് എത്തനോൾ പ്രൊട്ടക്ഷൻ ബയോ എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുക, ബയോ ഡീഗ്രേഡബിൾ ഐറ്റംസ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റോട് കൂടി വരുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത് ബയോ മാനുഫാക്ചറിങ് and biofoundry. സോ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ പിന്നീട് എന്താണ് ഡീറ്റെയിൽസ് ലേറ്റർ ആയിട്ട് റിലീസ് ചെയ്യത്തുള്ളൂ. ബട്ട് ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് എനർജി സെക്ടറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത് നോക്കാം. സോ ബഡ്ജറ്റില് റൂഫ് ടോപ്പ് സോളാർ ഫോർ 1 crore ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്തു? അനൗൺസ്മെന്റ് നടത്തി. ഏകദേശം 10,000 crore rupees ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ മാറ്റി. അതുപോലെ തന്നെ 300 units per month ഫ്രീ പവർ പ്രോമിസ് ചെയ്തു. as well as എന്താണ് ഹോപ്പ് ഫോർ ആനുവൽ സേവിങ്സ് ഓഫ് ₹50,000 to 80,000 എനർജി ബിൽ അണ്ടർ ദ സ്കീം. ഏത് സ്കീമാണ്? പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ സ്കീം ഓപ്പൺ ചെയ്തത് അഡീഷണൽ ഇൻകം അവന്യൂസ് ഫോർ ഹൗസ് ഹോൾഡ്സ് ഫ്രം സെയിൽ ഓഫ് സർപ്ലസ് പവർ. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യുന്നതിനും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സോളാർ ആൻഡ് EV ചാർജിങ് എക്കോസിസ്റ്റത്തിലൊക്കെ ഈ ഒരു സ്കീം ഓപ്പൺ ചെയ്തു.
ലാസ്റ്റ് ഭാഗത്തോട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബയോമാസ് ഇംപ്രൂവ്മെന്റ് ഫീഡ് സ്റ്റോക്ക് ഉണ്ട്, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്സ്, അത് ഇംപ്രൂവിംഗ് ഡൊമസ്റ്റിക് അവൈലബിലിറ്റി ഓഫ് ഡിമാൻഡ് റൈസസ്, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കീം വന്നിരിക്കുന്നത് ഹൗസിംഗ് സ്കീമാണ്. ഹൗസിംഗ് സെക്ടറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് നടത്തി? ഹൗസിംഗ് സ്കീം ലോവർ ആയിട്ടുള്ള അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ട് റെന്റഡ് ഹൗസിൽ സ്ലംസ് ഏരിയസിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള കോളനീസിലൊക്കെ ജീവിക്കുന്നവർക്ക് അവരെ ഉദ്ദേശിച്ച് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ തന്നെ ഒരു വീട് കിട്ടുക എന്ന രീതിയോട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു സ്കീം കൊണ്ടുവന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ് PM ആവാസ് യോജന, ഗ്രാമീൺ ആവാസ് യോജന. അത് ഇംപ്ലിമെന്റ് ചെയ്തതും അത് അന്ന് ഇംപ്ലിമെന്റ് ചെയ്തു, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 3 കോടി വീടുകൾ ഓൾറെഡി അച്ചീവ് ചെയ്തു. ടാർഗറ്റ് 2 crore മോർ ഹൗസസ് എന്തായിരിക്കും നെക്സ്റ്റ് ഈ 5 years മീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്രോഗ്രാം എയിം ചെയ്യുന്നത് പ്രൊവൈഡിങ് എ പക്ക ഹൗസ് വിത്ത് ബേസിക് അമ്യൂണിറ്റീസ്. വീടില്ലാത്തവർക്ക് അതുപോലെ തന്നെ അതുപോലെ ഡിലിപ്പേറ്റഡ് ആയിട്ടുള്ള ഹൗസുകളിൽ താമസിക്കുന്ന ആളുകൾക്ക്, റൂറൽ ഏരിയാസ് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ബേസിക് അമ്യൂണിറ്റീസോട് കൂടി ഒരു പക്ക വീട് ലഭിക്കുക. അതായത് ഗവൺമെന്റ് ഏകദേശം 1.2 lakh rupees ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണ്, ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട്. സോ ഈ PMAY സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. സോ ഈ പേജിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്ന ഏതൊക്കെ സ്കീമുകളാണ്? ഒന്ന് PMAY. എന്താണത്? PM ആവാസ് യോജന ഓൾറെഡി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സൂര്യോദയ യോജന, അതും എന്ത് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 1450 crore പ്ലാൻ ആണ്, ഒരു ഓൺലൈൻ സിവിക് സർവീസസ് പ്ലാൻ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ സിറ്റിസൺസിന് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആളുകൾക്ക് ടെക്നോളജി ആയിട്ട് കുറച്ചും കൂടെ മെർജ് ആവാൻ വേണ്ടിയിട്ട്, അതായത് പല കാര്യങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സ്, വാട്ടർ ടാക്സ്, അങ്ങനെയുള്ള ടാക്സുകളൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പോകാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയുടെ സർവീസസ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ ഒരു പദ്ധതിക്ക് 1450 crore rupees അസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പദ്ധതിയുടെ പേര് മനസ്സിലാക്കുക, നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ, NUDM എന്ന് പറയും. NUDM ഇപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാം, എന്തിനാണ് ആ മിഷൻ എന്ന് ഡയറക്ട്ലി ചോദിക്കാം. സോ ആ മിഷൻ എന്ന് പറയുന്നത് എന്തിനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ട്? ടെക്നോളജിയുടെ യൂസേജിന്, ബെറ്റർ യൂസേജ് ഓഫ് ടെക്നോളജി ആയിരിക്കണം. പലതരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ യൂസേജ് ബെനിഫിറ്റ് ചെയ്യുക, നല്ല ക്വാളിറ്റി എൻഷുർ ചെയ്യുക, നല്ല ഡ്രിങ്കിങ് വാട്ടറിന്റെ ഫ്ലോ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് പദ്ധതി NUDM. നെക്സ്റ്റ് പറയുന്നത് 1 crore tax payers to get big relief from small and old task disputes. അതായത് ഇന്ത്യൻ ബഡ്ജറ്റ് വിഡ്രോ ചെയ്തു such outstanding direct tax demandsകൾ up to 25,000 pertaining എമൗണ്ടുകൾ ടാക്സസ് എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സിനൊക്കെ വളരെ ടാക്സ് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മിക്കവാറും മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ, ഈ MSME എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിന് അവയുടെ ഗ്രോത്തിനെയൊക്കെ എംഫസൈസ് ചെയ്യുന്നതാണ് ബഡ്ജറ്റിന്റെ ഇപ്രാവശ്യം വന്ന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ NUDM, MSME ടാക്സ് പേയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ മറ്റ് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു? മറ്റ് സ്കീമുകൾ വിമൻസിന് വേണ്ടിയിട്ടുള്ള സ്കീമുണ്ട്, ലാഖ്പതി ദീദി സ്കീം. ലാഖ്പതി ദീദി സ്കീം വിമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദീദി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ലാഖ്പതി ദീദി കി സ്കീം വിമൻസുമായിട്ടുള്ളതാണ്. അതായത് SHGC. എന്താണ് SHG എന്ന് പറയുന്നത്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുക എന്ന എയിമോട് കൂടി വന്നിരിക്കുന്ന ഒരു സ്കീമാണ് ലാഖ്പതി ദീദി സ്കീം എന്ന് പറയുന്നത്. അവർക്കൊരു ഇൻകം കിട്ടുക, അവർക്കൊരു വാർഷിക വരുമാനം 1 ലക്ഷം രൂപ വരുമാനത്തിൽ അവർക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുക, അവരുടെ വില്ലേജസിൽ തന്നെ ചെറിയ ചെറിയ മൈക്രോ എന്റർപ്രൈസസ് സെറ്റപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു സ്കീമാണ് ലാഖ്പതി ദീദി സ്കീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസുകളാണ് സാക്ഷം അംഗൻവാടി and Poshan 2.0 and Poshan 2.0.
കേട്ടിട്ടുണ്ടാവും. പോഷൻ 2.0 അല്ലെ പോഷൻ പദ്ധതി എന്താണ്? ന്യൂട്രീഷൻ ഡെലിവറി അല്ലെങ്കിൽ അവയുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറുകൾ ഡെവലപ്മെന്റിനെ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന അവയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് സാക്ഷരം അംഗനവാടി, അതുപോലെ തന്നെ പോഷൻ 2.0 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഹെൽത്ത് കവറേജിനെ കുറിച്ചാണ് പറയുന്നത്. ആശ അംഗനവാടി വർക്കേഴ്സിന് ഹെൽത്ത് കവറേജ്. നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആരോഗ്യ യോജന. ഇതിന്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ താഴെ വരുന്ന ഹെൽത്ത് കവറേജ് കാര്യങ്ങളെല്ലാം കൂടി ആശാ വർക്കേഴ്സിനും അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ആശാ വർക്കേഴ്സിന്റെ ഫുൾ ഫോം മനസ്സിലാക്കിയിരിക്കണം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതാണ് അതിന്റെ ഫുൾ ഫോം. സോ അവർക്കും എന്താണ് ഈ ഒരു സൗകര്യങ്ങളും ഇതിന് താഴെയുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് കവറേജ് ഇവർക്കും ലഭിക്കും. ഏത് സ്കീമാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. നെക്സ്റ്റ് റോഡ് സെക്ടറിൽ എന്തുമാത്രം ഡെവലപ്മെന്റ്സ് ആണ് ഈ ഒരു ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്നതെന്നുള്ളതാണ്. എന്തുമാത്രം ഡെവലപ്മെന്റിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ റോഡ് സെക്ടറിൽ പ്രധാനമായിട്ട് നാഷണൽ ഹൈവേസ് അതോറിറ്റി NHAI അതിന്റെ ഡെവലപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നാഷണൽ ഹൈവേ കൊറിഡോർ. അവിടെയും ഒരു പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഭാരത് മാല പരിയോജന. നമ്മൾ സ്കീംസ് മനസ്സിലാക്കിയിരിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മീൻസ് എന്തിന്റെ ഡെവലപ്മെന്റ് ആണ്, ഏതൊരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. ഫുൾ ഫോമുകൾ, ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോംസ് മനസ്സിലാക്കിയിരിക്കണം. സോ എന്താണ് ഭാരത് മാല പരിയോജന എന്ന് പറയുന്നത്? നാഷണൽ ഹൈവേ കൊറിഡോർസിന്റെ ഡെവലപ്മെന്റ്. NHAI കൊണ്ടുവന്ന NHAIയുടെ പദ്ധതി നാഷണൽ ഹൈവേ കൊറിഡോർസ് ആണ്. അതേ സ്കീമാണെന്ന് ചോദിച്ചാൽ ഭാരത് മാല പരിയോജന. അതുപോലെ തന്നെ ഈ റോഡ് വർക്ക്സിന് വേണ്ടി കുറച്ച് 78,000 മേൽ crore rupees കരുതിയിട്ടുണ്ട്. മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിന്റെ ക്രൗഡഡ് സെക്ഷൻസിന് വേണ്ടിയിട്ടും അവിടെ 6 ലാൻഡിങ്ങിന് വേണ്ടിയിട്ടും റോഡ് ഡെവലപ്മെന്റ്, നക്സൽ ഹിറ്റ് ഏരിയാസിലെ റോഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള പ്രൊവിഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. നെക്സ്റ്റ് സോഷ്യൽ ജസ്റ്റിസ് അതുപോലെ തന്നെ ട്രൈബൽ അഫേഴ്സിന്റെ ആ ഒരു മേഖലയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ്, എന്തൊക്കെ പദ്ധതികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് സീഡ് സ്കീം. സീഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സയൻസ് ഫോർ ഇക്വാലിറ്റി, എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് സീഡ് സ്കീം. എന്താണ് സീഡ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഡിനോട്ടിഫൈഡ് ആയിട്ടുള്ള, നൊമാഡിക് ആയിട്ടുള്ള, സെമി നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻസ്, കമ്മിറ്റീസ്, അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് സീഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സീഡ് പ്രോഗ്രാം. അതുപോലെ തന്നെ നമസ്തേ സ്കീം ഉണ്ട്. നമസ്തേ സ്കീം. നമസ്തേ സ്കീമിന്റെ ലക്ഷ്യം എന്താണ്? സാനിറ്റേഷൻ വർക്ക് സേഫർ ആക്കുക. സാനിറ്റേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാനിറ്റേഷൻ വർക്ക് അത് കുറച്ചുകൂടെ സേഫ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന സ്കീമാണ് ഇതെന്ന് പറയുന്നത് നമസ്തേ സ്കീം എന്ന് പറയുന്നത്. അത് അൺസേഫ് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് പ്രാക്ടീസസ് ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുക. നമസ്തേക്കും ഒരു ഫുൾ ഫോം ഉണ്ട്. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. നാഷണലൈസ്ഡ് ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. അതാണ് അതിന്റെ ഫുൾ ഫോം. ഏതൊരു മേഖലയാണ്? സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് അതുപോലെ സിവർ ജോബ്സ് ഒക്കെ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള, അത് കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുന്ന സ്കീം. അതുപോലെ തന്നെ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ്, EMRS. അതും സോഷ്യൽ ജസ്റ്റിസിന്റെ മേഖലയായിട്ട് ബന്ധപ്പെടുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ്.
അപ്പം ഇതൊക്കെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ബഡ്ജറ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക ഓരോ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ സ്കീമുകളാണ്. സോ EMRSന്റെ ഫുൾ ഫോം എന്താണ്? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. സോ നമ്മൾ ഇത്രയും നേരം പ്രധാനപ്പെട്ട സ്കീമുകൾ എന്താണ്, അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത്. വലിയ വലിയ വാല്യൂസ് ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. മീൻസ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം ചിലപ്പം ഈ ഡിജിറ്റ്സുകൾ പഠിക്കണോ വേണ്ടയോ, മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ഓപ്ഷൻസ് അങ്ങനെ വരാം, ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം, ഡിപ്പെൻസ്. നമ്മൾ എല്ലാ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാല്യൂസും നിങ്ങൾ ഇത്രയും വലിയ വാല്യൂസ് കാണാപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് എല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. സോ അത് നമ്മളൊരു 1 പോയിന്റ് അല്ലെങ്കിൽ 1 വ്യൂ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പോയിന്റ്സുകളെല്ലാം നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിജിറ്റ്സുകളും അല്ലെങ്കിൽ വാല്യൂസ് ഏതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടതെന്നൊക്കെ ബന്ധപ്പെട്ട് നമ്മളൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഫൈനലി നമ്മൾ ഷോർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആദ്യം നോക്കാം വികസിത് ഭാരത് 2047. 2047 വികസിത് ഭാരത് എന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. വികസിത് ഭാരത്. അതായത് 100 വർഷമാകുകയാണ് അല്ല. 2047 നമുക്കറിയാം 1947 to 2047 എന്ന് പറയുന്നത് 100 years ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതിനെയാണ് വികസിത് ഭാരത് എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ 2047 വികസിത് ഭാരത് ആകുന്നത്? സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് അലോങ് വിത്ത് സബ്കാ പ്രയാസ്. അതായത് ബഡ്ജറ്റിൽ പുതിയതായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് സബ്കാ പ്രയാസ്. സബ്കാ സാത്ത് എന്ന് വെച്ചാൽ എല്ലാവരുടെയും കൂടെ, എല്ലാവരുടെ വികാസത്തിന് വേണ്ടി, എല്ലാവരുടെ വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ കൂടെ സബ്കാ പ്രയാസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 2047 100 years ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വികസിത് ഭാരത് എന്ന പേരിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു പോയിന്റ് ആണ്. റൂഫ് ടോപ്പ് സോളറൈസേഷന് വേണ്ടി 1 crore ഹൗസ്-ഹോൾഡ്സിന് 300 യൂണിറ്റ് ഫ്രീ ഇലക്ട്രിസിറ്റി എവറി മന്ത് കൊടുക്കും. റൂഫ് ടോപ്പ് നമ്മൾ ഓൾറെഡി ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂഫ് ടോപ്പ് സോളറൈസേഷൻ. നെക്സ്റ്റ് ലഖ്പതി ദീദി സ്കീം, ഗേൾസിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അത് എത്ര പേർക്കാണ് ബെനിഫിറ്റ് വരുന്നത്? 2 crore to 3 crore women. ലഖ്പതി ദീദി സ്കീം 3 crore women അവർക്കായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജസ് ലഭിക്കുന്നത്. 5 ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്സ് ഓപ്പൺ ചെയ്യും സീ ഫുഡ് എക്സ്പോർട്സിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 6.27 lakh crore ആണ്. മാക്സിമം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫൻസിനാണ്. ആയുഷ്മാൻ ഭാരത് PMAY യോജന, PMJAY യോജനയ്ക്ക് 7,500 crore. അതുപോലെ MNREGA സ്കീമിന് 86,000 crore. 86,000 crore. ആയുഷ്മാൻ ഭാരത് PMJAY എത്രയാണ്? 7,500 crore. ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രധാനമായിട്ട് 4 ഏരിയാസിനെ, മേജർ കാസ്റ്റിനെ, ഏരിയാസ് അല്ല 4 മേജർ കാസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ 4 മേജർ കാസ്റ്റ് എന്ന് പറയുന്നത്? ഗരീബ് അല്ലെങ്കിൽ പുവർ പീപ്പിൾ, അതുപോലെ തന്നെ വിമൻ, മഹിളായൻ, യൂത്ത്, യുവ, ഫാർമർ, അന്നദാത. ഇതായിരുന്നു ഈ തവണത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 4 കാസ്റ്റസ്. അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം ഏതൊക്കെയാണ് 4 എണ്ണം. ഇനിയുള്ള വികസിതമായ സ്റ്റേജസിനെയൊക്കെ അമൃത് കാൽ, പഞ്ച് പ്രാൺ ഓഫ് അമൃത് കാൽ എന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് ബഡ്ജറ്റിൽ. പഞ്ച് പ്രാൺ
പഞ്ച് പ്രാൺ, പഞ്ച് എന്ന് പറഞ്ഞാൽ 5 പ്രാൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോ 5 പ്രാൺ ഓഫ് അമൃതകാൽ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന് ഗോൾ ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ, ഗോൾ ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യൂണിറ്റി എമംഗ് ഇന്ത്യൻസ്, ഇന്ത്യൻസിന്റെ ഇടയിലുള്ള യൂണിറ്റി, അതുപോലെ തന്നെ സെൻസ് ഓഫ് ഡ്യൂട്ടി, കടമകൾ ചെയ്യാനുള്ള നമ്മുടെ സിറ്റിസൺസിന് ഇടയ്ക്കുള്ള നമ്മുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള നമ്മുടെ സെൻസ്, അതുപോലെ തന്നെ നമ്മുടെ റൂട്ട്സിൽ പ്രൈഡ്, അഭിമാനിക്കുക, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ടു റിമൂവ് എനി ട്രേസ് ഓഫ് കൊളോണിയൽ മൈൻഡ് സെറ്റ്സ്, റിമൂവ് കൊളോണിയൽ മൈൻഡ് സെറ്റ്, കൊളോണിയൽ മൈൻഡ് സെറ്റ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പൊ ഇത്രയും ഉദ്ദേശിക്കുന്നത് എന്താണ് വിശേഷിപ്പിക്കുന്നത്, പഞ്ച് പ്രാൺ ഓഫ് അമൃതകാൽ എന്നാണ്. പഞ്ച് പ്രാൺ ഓഫ് അമൃതകാൽ. അതുപോലെ തന്നെ ജി ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് വിശേഷിപ്പിക്കുമ്പോൾ നമുക്കറിയാം ജി ഡി പി എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിൽ ഹൈ ഗ്രോത്ത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ജി ഡി പി ആണ്. അതായത് ബഡ്ജറ്റിൽ ജി ഡി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവേണൻസ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആൻഡ് പെർഫോമൻസ്, ഡെവലപ്മെന്റ് പെർഫോമൻസ്, ഇതാണ് ബഡ്ജറ്റിൽ ജി ഡി പി എങ്ങനെയാണെന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പഞ്ച് പ്രാണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പഞ്ചാമൃത് ഗോൾസ് എന്നുകൂടി ഒരു ടേം പറയുന്നുണ്ട്. പഞ്ചാമൃത് ഗോൾസ്, പഞ്ചാമൃത് ഗോൾസ്. എന്താണ് ഈ ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈ ആൻഡ് കുറച്ചുകൂടെ റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചാമൃത് ഗോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഗോൾസ്? പ്രധാനമായിട്ട് നോൺ ഫോസിൽ ഫ്യൂവൽ എനർജി കപ്പാസിറ്റി കൂട്ടുക, 50% ഓഫ് എനർജി റിക്വയർമെന്റ്സ് റിന്യൂവബിൾ എനർജി ആക്കുക, അതുപോലെ തന്നെ കാർബൺ എമിഷൻസ് കുറയ്ക്കുക, കാർബൺ ഇന്റൻസിറ്റി കുറയ്ക്കുക, നെറ്റ് സീറോ എമിഷൻസ് 2070 അക്യൂർ ചെയ്യുക. അപ്പൊ തുടങ്ങിയവയായിരുന്നു പഞ്ചാമൃത് ഗോൾസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് 2024 ഇന്റീരിയം ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സും പോയിന്റ്സും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.